ഹുദൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഹുദൈഫ, ഓ ഹുദൈഫ, മൻ സാമ യൗമൻ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു ദിവസം നോമ്പ് നോറ്റാൽ ഫഖുതിമ ലഹു ബിഹി, ആ നോമ്പുള്ള ദിവസം അദ്ദേഹം മരിക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, ആ വ്യക്തി സ്വർഗത്തിലാണ്. മറ്റൊരു റിവായത്തിലുള്ളത് അദ്ഖലഹുല്ലാഹുൽ ജന്ന, ആ വ്യക്തിയെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് തീർച്ചയാണ് എന്ന് പറഞ്ഞാൽ, നോമ്പുകാരനായിരിക്കെ ഒരു വ്യക്തി മരണപ്പെട്ടാൽ, നോമ്പിന്റെ പകലിലോ നോമ്പിന്റെ രാത്രിയിലോ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ വ്യക്തി സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് അസ്സൗം, നോമ്പ്. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കാത്ത ആരാണ് ലോകത്തുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു ജുന്നത്തുൻ മിനന്നാർ, തീർച്ചയായും നോമ്പ് നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന പരിചയാകുന്നു. യസ്തജിന്നു ബിഹൽ അബ്ദു മിനന്നാർ, മറ്റൊരു റിവായത്തിലുള്ളത് അങ്ങനെയാണ്, അസ്സൗമു ജുന്ന, നോമ്പ് പരിചയാണ്, രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന വിഖായത്താണ്, പ്രൊട്ടക്ഷനാണ്. എവിടെ നിന്ന്? യസ്തജിന്നു ബിഹ അൽ അബ്ദു മിനന്നാർ, ഒരടിമ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത് നോമ്പ് കൊണ്ടാകുന്നു. അപ്പോ നോമ്പ് നോൽക്കുന്ന ഒരു വ്യക്തി നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതാകുന്നു. മറ്റൊരു സഹീഹായ ഹദീസിലുള്ളത്, മാ മിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു ബിദാലികൽ യൗമി വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും ഒരു ദിവസം നോമ്പ് നോറ്റാൽ 70 വർഷത്തെ വഴിദൂരം അയാളുടെ മുഖത്തെ അള്ളാഹു നരകത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ്. ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അയാൾ അകന്നു പോകുന്നതാകുന്നു. മറ്റൊരു റിവായത്തിലുള്ളത്, മൻ സാമ യൗമൻ, ആരെങ്കിലും ഒരു ദിവസം നോമ്പ് നോറ്റാൽ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ, ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാരി ഖന്ദഖ കമാ ബൈനസ് സമാഇ വൽ അർള്, ആകാശഭൂമികൾക്കിടയിൽ എത്രമാത്രം ഗ്യാപ്പുണ്ടോ അത്രയും വലിയ ഒരു ഗ്യാപ്പ്, ഒരു കിടങ്ങ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്കും നരകത്തിനുമിടയിൽ സൃഷ്ടിക്കുന്നതാകുന്നു. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസത്തെ നോമ്പ് കൊണ്ട് തന്നെ ഒരടിമ നരകത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോകുന്നതാകുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ ഇദ്ല ലഹ്, നീ നോമ്പ് നോൽക്കുന്നവനായിക്കോ, കാരണം അതിന് സമാനമായ മറ്റൊരു ഇബാദത്തില്ല എന്ന്. അതുപോലെ തന്നെ നമുക്കറിയാം, സ്വർഗപ്രവേശനത്തിനും നരകത്തിൽ നിന്നുള്ള മോചനത്തിനും അത്യാവശ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി ആരെങ്കിലും റമളാനിൽ നോമ്പ് നോറ്റാൽ അയാളുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാകുന്നു. അല്ല, പരിശുദ്ധ റമളാൻ മാസം ഒരടിമക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ച മാസം കൂടിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുകൊണ്ടാണ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞു. 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ എന്ന് പറഞ്ഞു. താഴെ ഇറങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാണ് നബിയെ നിങ്ങൾ ആമീൻ എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞതാണ്. ആകട്ടെ, എന്താണ് നബിയെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജിബ്രീലിന്റെ പ്രാർത്ഥന, മൻ അദ്റക റമദാൻ, ഒരാൾക്ക് റമളാൻ സമാഗതമായി, അയാൾ നാട്ടിലുണ്ട്, യാത്രക്കാരനല്ല, ആരോഗ്യവാനായി ഒരു റമളാനിൽ പ്രവേശിച്ചു, ഫലം യുഗ്ഫർ ലഹു, എന്നാൽ അയാൾക്ക് പൊറുക്കപ്പെട്ടില്ല, പാപങ്ങൾ പൊറുക്കപ്പെടുന്ന രൂപത്തിൽ റമളാനിനെ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ ഫദഖലന്നാർ ഫഅബഅദഹുല്ലാഹ്, അയാൾ നരകത്തിൽ പ്രവേശിക്കട്ടെ, അല്ല അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകട്ടെ. എന്നിട്ട് ജിബ്രീൽ പറഞ്ഞു, ഖുൽ ആമീൻ. അപ്പോൾ ഖുൽതു ആമീൻ, എന്നോട് ആമീൻ പറയാൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ ആമീൻ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറയുന്നത്, ബഅദ മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു, റമളാൻ കിട്ടിയിട്ട് മഗ്ഫിറത്ത് നേടിയെടുക്കാത്തവൻ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകന്നു പോകട്ടെ എന്നാണ്. കാരണം പരിശുദ്ധ റമളാനും അതിലെ നോമ്പും മനുഷ്യന്റെ പാപങ്ങളെ, ഒരു സത്യവിശ്വാസിയുടെ പാപങ്ങളെ ഇല്ലാതെയാക്കി തീർക്കുന്ന വലിയ ഇബാദത്താണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ ഇദ്ല ലഹ്, നീ നോമ്പ് നോറ്റോ, അതിന് തുല്യമായി മറ്റൊരു ഇബാദത്തില്ല എന്ന്.